ഏതൊരു കാര്യത്തിനും രണ്ട് വശമുണ്ട്. ഇപ്പം ചിലർ പറയാറുണ്ട്, ദൈവമേ ഈ വാതിൽ ഇത്രയല്ലേ എനിക്കായിട്ട് തുറന്നുള്ളൂ. എന്നാൽ മറ്റു ചിലർ വളരെയധികം സംതൃപ്തിയോടുകൂടി പറയാറുണ്ട്, ഇത്രയെങ്കിലും എനിക്ക് വേണ്ടി തുറന്നല്ലോ. ഞാനിപ്പോൾ പറയാൻ കാരണം, ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര വിഷമത്തിലാണ്. കാരണം നമ്മുടെ കുട്ടി പട്ടുറുമാൽ തീരാറായില്ലേ എന്നൊരു വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ കുറേ പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളോട് പറയാനുള്ളത്, അതായത് നമ്മുടെ കുട്ടി പട്ടുറുമാലിൻ്റെ യാത്ര ഇവിടെ യഥാർത്ഥമായിട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കുറേ മൊഞ്ചുള്ള മണിമാരന്മാരും മുത്തുകളുമായിട്ട് കുട്ടി പട്ടുറുമാൽ സീസൺ 2 അധികം വൈകാതെ നമ്മളിവിടെ ആരംഭിക്കുന്നതായിരിക്കും, പുതിയ രൂപത്തിലും ഭാവത്തിലും. ആൻഡ് അറ്റ് പ്രസന്റ് കുട്ടി പട്ടുറുമാലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സോ വി വെൽക്കം യു ടു നോറ കുട്ടി 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 പട്ടുറുമാൽ, സെലിബ്രേറ്റഡ് ബൈ ജി കിങ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് പവർഡ് ബൈ തംവാസ് ഇലക്ട്രോണിക്സ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് നമ്മുടെ കുട്ടി പട്ടുറുമാലിന്റെ ഒരു വലിയ യാത്രയിൽ ഏറ്റവും വലിയ ഭാഗമായി നമ്മുടെ ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി രഹനത്ത, ഫിറോസിക്ക, സജ്ല. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇനി നമുക്ക് സ്വാഗതം ചെയ്യേണ്ട നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീമിനെയാണ്. ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ഓഫ് ഓർക്കസ്ട്ര ടു നോറ കുട്ടി പട്ടുറുമാൽ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ പ്രൈസിനെ പറ്റി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിനും അത് ബൈ ഹാർട്ടാണ്. എന്നാൽ പോലും അവിടെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഇത്തിരി ഇങ്ങനെ കൂടി വരാനായിട്ട് പ്രൈസിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ആൻഡ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് വിന്നർ ലഭിക്കാൻ പോകുന്നത് ആൽഫോൺ ബിൽഡേഴ്സ് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സമ്മാനമാണ്. ദെൻ സെക്കൻഡ് പ്രൈസ് സുൽത്താൻ ഗോൾഡ് നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനം. അതുപോലെ തന്നെ തേർഡ് പ്രൈസ് സൂപ്പർനോവ നൽകുന്ന ഒരു നാനോ കാറാണ്. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായിട്ട് ഒരു സൂപ്പർബ് ഗസലുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും എന്താ പറയുക ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയ മെഹറിൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം മെഹറിൻ. മെഹറിൻ ചേച്ചി അങ്ങനെ 8th സ്റ്റേജിൽ ഗസൽ പാടാനായിട്ട് നിൽക്കുകയാണല്ലേ. അത് തന്നെ എന്തൊരു ഭംഗിയ, വൈറ്റ് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഗസലായതുകൊണ്ടാണ് ആ ഒരു സമാധാനം, ആ ഒരു സന്തോഷം, ആ ഒരു ആംബിയൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ വൈറ്റ് സെലക്ട് ചെയ്തത്? അതെ അല്ലേ, ഓക്കെ. ആൻഡ് ഗസലിനെ പറ്റി പറയുകയാണെങ്കിൽ മോൾ ആദ്യമായിട്ടാണോ ഒരു ഗസൽ ഇവിടെ അറ്റംപ്റ്റ് ചെയ്യാൻ പോണേ? ഇതിനു മുമ്പ് ഒന്നും പാടിയിട്ടില്ല? കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് പാടാൻ പോണ ആദ്യമായിട്ടാണ് അല്ലേ? അപ്പൊ കുട്ടി പട്ടുറുമാൽ വേദിയിലാണ് പാടാൻ പോണേ. ഏത് പാട്ടാ പാടണേ? വാനവും ഭൂമിയും. ഓക്കെ, അപ്പൊ മോളു നല്ല പോലെ പാടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, നല്ല മാർക്ക് കിട്ടട്ടെ. താങ്ക് യു. ഭൂമിയും പാടേത്തതും നീയേ, വാത്സല്യരാമലർത്തീർത്തതും നീയേ, വാഴ്ത്തി ഞങ്ങൾ തൻ അന്ത്യരസൂലായി കരുണാനിധിയേ ഇലാഹേ. വാനവും ഭൂമിയും പാടേത്തതും നീയേ, വാത്സല്യരാമലർത്തീർത്തതും നീയേ,
വാഴ്ത്തി ഞങ്ങൾ തൻ അന്ത്യരസൂലായി കരുണാനിധിയേ യാ ഇലാഹി. അന്ത്യനാളിതാ അണയാറായി. ആ ആ ആ അന്ത്യനാളിതാ അണയാറായി. അറിവുകൾ ഞങ്ങൾക്കില്ല പുരാനേ. അറിയാതെ ചെയ്ത തെറ്റുകളെല്ലാം പൊറുത്തിടണേ യാ ഇലാഹി. കനിവേറും നബി തൻ മഖ്ബറ കാണാൻ. കനിവേറും നബി തൻ മഖ്ബറ കാണാൻ കരുണാനിധിയേ യാ ഇലാഹി. കരുണാനിധിയേ യാ ഇലാഹി. വാനവും ഭൂമിയും പടൈത്തതും നീയേ. വാത്സല്യരാമലർത്തീർത്തതും നീയേ. വാഴ്ത്തി ഞങ്ങൾ തൻ അന്ത്യരസൂലായി കരുണാനിധിയേ യാ ഇലാഹി. അന്ത്യനാളിൽ അഹങ്കരിച്ച ഖുറൈശി കുലത്തിൻ ആജ്ഞത മാറ്റാൻ. ആ ആ ആ നി സരി സനി ദ പ മ പ. അന്ത്യനാളിൽ അഹങ്കരിച്ച ഖുറൈശി കുലത്തിൻ ആജ്ഞത മാറ്റാൻ. അന്ത്യവിളക്കായി ഇഹമിലുദിച്ചു നീ കരുണാനിധിയേ യാ ഇലാഹി. കനിവേറും നബി തൻ മഖ്ബറ കാണാൻ. കനിവേറും നബി തൻ മഖ്ബറ കാണാൻ കരുണാനിധിയേ യാ ഇലാഹി. കരുണാനിധിയേ യാ ഇലാഹി. വാനവും ഭൂമിയും പടൈത്തതും നീയേ. വാത്സല്യരാമലർത്തീർത്തതും നീയേ. വാഴ്ത്തി ഞങ്ങൾ തൻ അന്ത്യരസൂലായി കരുണാനിധിയേ യാ ഇലാഹി.
പദ പ സരി ഗരി ഗമ പദ പരമ കാരുണ്യവാൻ കരുണാനിധി നീ ഇഹ പര സൃഷ്ടി കർത്താവാം പുരാനേ കടമകൾ ഞങ്ങളിൽ ഏൽപ്പിച്ചതൊക്കെയും തുടരാതെ വീഴ്ച വരുത്തി ജലാലേ പൊറുക്കേണം ഖബറകം കാത്തിടേണേ പൊറുക്കേണം ഖബറകം കാത്തിടേണേ കരുണാനിധിയേ യാ ഇലാഹി കരുണാനിധിയേ യാ ഇലാഹി വാനവും ഭൂമിയും പടൈത്തതും നീയേ വാത്സല്യരാം മലർത്തീർത്തതും നീയേ വാഴ്ത്തി ഞങ്ങൾ തൻ അന്ത്യരസൂലായി കരുണാനിധിയേ യാ ഇലാഹി വാനവും ഭൂമിയും പടൈത്തതും നീയേ വാത്സല്യരാം മലർത്തീർത്തതും നീയേ വാഴ്ത്തി ഞങ്ങൾ തൻ അന്ത്യരസൂലായി കരുണാനിധിയേ യാ ഇലാഹി കരുണാനിധിയേ യാ ഇലാഹി കരുണാനിധിയേ മെഹറിൻ ഇങ്ങനെ ഗസല് പാടിക്കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അത്രയധികം എല്ലാവരും ഇമ്പ്രസ്ഡ് ആക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജഡ്ജസ് പറയും കറക്റ്റ് ആയിട്ടുള്ള കമൻസ് കേട്ടോ. മോളു എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ആദ്യം ആരെടുത്താ ചോദിക്കണ്ടേ? മോളു എന്നെ പറയും. ഫിറോസ് ഖാൻ. മെഹറിൻ, ചിലപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഞങ്ങളും 3 പേരും, ഞാൻ മാത്രമല്ല, ഇവരുടെ മനസ്സുകൂടി മനസ്സിലാക്കി ഞാൻ പറയുന്നു, ഞങ്ങൾ 3 പേരും ചിലപ്പോൾ വാക്കുകളില്ലാതെ മുട്ടിപ്പോവും. അത്ര മനോഹരമായിട്ട് പാടും. ഒരു പാട്ട്, സാധാരണ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് അതിന് കുറച്ച് വിശേഷണങ്ങളൊക്കെ സാധാരണ വാക്കുകളിലൂടെ പറയാം. ഇതെന്ത് പറയും ഞാൻ ആലോചിക്കുന്നത്, എന്ത് വാക്കുകൾ പ്രയോഗിക്കും. ഗംഭീരമായി പാടിയെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് പാടി കേട്ടോ. ഇത് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ള സാധാരണക്കാർ പോലും, സിന്ധു ഭൈരവി പോലെ സാധാരണ പാട്ട് മൂളി നടക്കുന്നവർ പോലും മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന, വെറുതെ പലരും മാപ്പിളപ്പാട്ടുകളൊക്കെ മൂളുന്നവരില്ലേ, അല്ലെങ്കിൽ സാധാരണ പാട്ടുകൾ മൂളുന്നവർ, അവരൊക്കെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുന്ന സംഗീതപ്രേമി എന്ന് പറയില്ലേ നമ്മൾ, കൊണ്ട് നടക്കുന്ന രാഗമാണ് ദർബാരി എന്ന് പറയുന്നത്. കാനഡ എന്ന് കർണാടകയിൽ പറയുന്ന ദർബാരി. ആ രാഗത്തിൻ്റെ ഛായയിലുള്ള, കൃത്യമായ ഛായയിലുള്ള ഒരുപാട് പാട്ടുകൾ. ഓ ദുനിയാക്കെ രക്കുവാലെ, ജനക്ക് ജനക്ക്, 1000 പാദസരങ്ങൾ കിലുങ്ങി, ഒരുപാട് പാട്ടുകളുള്ള മികച്ചൊരു രാഗം. അതിൻ്റെ എല്ലാ കളറും വളരെ വ്യക്തമായും സ്പഷ്ടമായും മോള് ഭംഗിയായിട്ട് പാടി. എല്ലാ ഭാഗങ്ങളും തൊട്ടുപാടി. ഞങ്ങളിങ്ങനെ ഇരുന്നു, എവിടൊക്കെയോ പോയി വന്നു. ഒരു പാട്ട് ആ മോൾ ആ ചെയറിലിരുന്ന് പാടിത്തീരുന്നതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ തലങ്ങൾ തൊട്ട് വന്നു. മോൾക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു വല്ലിപ്പയുടെ ഒരു വലിയൊരു സംസ്കാരമുണ്ട്. വല്ലിപ്പ ഇത്തരത്തിലുള്ള സംഗീതമൊക്കെ മനസ്സിൽ ഒരുപാട് ഏറ്റിയ ഒരാളാണ് എന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഈ രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ കറക്ഷൻസും ഒക്കെ മോൾക്ക് ഭയങ്കരമായി ഗുണം ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. എൻ്റെ നാട് എന്നുള്ള റൗണ്ടിൽ വല്ലിപ്പൻ്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് പരാതിയില്ലായിരുന്നു. പരാതിയല്ല, ചീത്ത പറഞ്ഞു. അത് കൊണ്ടുവന്നു. അത് പരിഹരിച്ചോ? അങ്ങനെയാണ് അനുസരണമുള്ള കുട്ടികൾ. എന്നിട്ട് എവിടെ? ഇതാണ് മെഹറിൻ്റെ വല്യുപ്പ. ഒരു സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. വളരെ വളരെ ഫേമസ് ആയ പ്യാരി മാഷാണ്. അപ്പോൾ ഏതായാലും മാഷ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നമുക്ക്, നമ്മുടെ പ്രേക്ഷകർക്കും അല്ലേ ഫിറോസ്ക. അപ്പോൾ ഇനി നമുക്ക് മോളുടെ പാട്ടിനെ പറ്റിയിട്ട് നമുക്കിനി റഹ്നത്തേടെ അടുത്ത് ചോദിക്കാം. റഹ്നത്ത. മെഹറിൻ,
വാക്കുകളില്ല മോളെ, കാരണം മോൾ അത്രയ്ക്ക് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. പിന്നെ ആദ്യം തന്നെ എനിക്കൊരു മോളത് പാലിച്ചു കേട്ടോ, ശരിക്കും കറക്റ്റ്. പ്യാരിമാഷ മോള് നന്നായിട്ടോ മോളെ, കാരണം ഒത്തിരി ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെയൊക്കെ റൂട്ടിൽ രാഗം ബേസ്ഡ് ആയിട്ട് ഒരുപാട് പാട്ടുകൾ പ്യാരിമാഷ ചെയ്തിട്ടുണ്ട്. അത് പാടാനും എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. നന്നായിട്ട് പറഞ്ഞു തരുന്നൊരു അന്ന് ശരിക്കും അത് നമ്മളത് സങ്കടം ഉണ്ടെന്ന് തന്നെ പറഞ്ഞത് മോളത് വീട്ടിൽ പോയിട്ട് കറക്റ്റായിട്ട് തന്നെ അനുസരിച്ചു. നല്ല സന്തോഷം തോന്നി കേട്ടോ. പിന്നെ മോളുടെ പാട്ട് ആലാപം തൊട്ട് തന്നെ നല്ല എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു കേട്ടോ സിംഗിങ്ങിൽ. അത് കഴിഞ്ഞ് പല്ലവി അങ്ങനെ അങ്ങ് പോയി, അനുപല്ലവി, പിന്നെ ഒരു ഗസലിന് വേണ്ട ശരിക്ക് ഫീല്, ആ സംഗതിയുടെ പെർഫെക്ഷൻ കറക്റ്റായിട്ട് എവിടെ കട്ട് ചെയ്യണോ അവിടെ കറക്റ്റ് ചെയ്തിട്ട്, എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു മെഹറിൻ്റെ ഇന്നത്തെ സിംഗിങ്ങിൽ. അതെന്ത് ഭംഗിയായിരുന്നു എന്നറിയാം, ഓരോ ഭാഗത്ത് അത് കട്ട് ചെയ്ത് ഇത് ശരിക്കും ഇതുപോലെ അങ്ങ് കൊണ്ടുപോയ ഉറപ്പാ നല്ലൊരു ഉമ്മ അങ്ങനെ പിന്നെ ഇങ്ങനെ പാട്ട് പാടിയ ആളല്ലേ, അപ്പോൾ ആ ഒരു ആഗ്രഹം കൂടി മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് നല്ലൊരു സിംഗർ തന്നെ ആവട്ടെ മോള് കേട്ടോ. വളരെ നന്നായിരുന്നു. താങ്ക് യു റഹ്നത്ത. മൂവിങ് ഓൺ ടു സജ്ല. മെഹറിൻ വളരെ ശക്തമായ ഒരു അവതരണം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. നന്നായിരുന്നു മോളെ കാണുന്ന പോലെ തന്നെ പാട്ടും കേൾക്കാൻ നന്നായിരുന്നു. മോള് വളരെ ആസ്വദിച്ച പാടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മൂന്നാക്കും പ്രേക്ഷകർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഗസൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളാണ് ഫസ്റ്റ് അല്ലേ, പാടുന്നവരെ ആസ്വദിക്കണം, എങ്കിലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അത് മോള് ഈ ഒരു ഗസൽ റൗണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു കണ്ടസ്റ്റൻറ്റ്. ആ ഒരു ഇംപ്രവൈസ് ചെയ്യുന്നതിലാണെങ്കിലും സ്വരങ്ങൾ പാടുന്നതിലാണെങ്കിലും ഒക്കെ മോളത് യൂസ് ചെയ്തു ഈ ഒരു റൗണ്ട്. അത് വളരെ നല്ലൊരു കാര്യം. പിന്നെ എനിക്ക് ഈ പാട്ടിൽ തോന്നിയത് ഒരേപോലെ ബേസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹൈ റേഞ്ചും വരുന്നുണ്ട് അല്ലേ. പല്ലവി മൊത്തം ബേസിലായിരുന്നു, പക്ഷേ നേരെ ഇരട്ടി ഹൈ റേഞ്ചിലാണ് അനുപല്ലവിയൊക്കെ പാടുന്നത്. അത് 3 സ്റ്റാൻസല്ലേ മോള് പാടിയത് അല്ലേ, അതൊക്കെ കറക്റ്റ് ഭയങ്കര ക്ലീൻ ആയിരുന്നു മോളെ. ആ ഹൈ റേഞ്ചൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ടോട്ടലി നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു മോളുടെ ഇന്നത്തെ. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അപ്പോൾ ഇപ്പം പാടിയതിനുള്ള മാർക്സ് ചോദിക്കാം നമുക്ക്. ഔട്ട് ഓഫ് 40 മോളുടെ ഇന്നത്തെ ആ സിംഗിങ് ലെവൽ വെച്ചിട്ട് കേട്ടോ ഞാൻ ഫുൾ മാർക്ക് തന്നെ തരാം. റഹ്നത്ത ഔട്ട് ഓഫ് 40 40 മാർക്സ് ആണ് തന്നിട്ടുള്ളത്. താങ്ക് യു റഹ്നത്ത. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. മെഹറിന് 40 out of 40. 40 out of 40 from Firozika. Then over to you, Sajla. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. 20 out of 20. Mehrin, congrats. So എത്ര മാർക്ക്? 100ന് 0 പറയണ പോലെയാണല്ലോ പറയണ. ഇത്ര എനർജിയിൽ പറയൂ. 100. ഓക്കെ, അപ്പോൾ ഇതിൽ മെഹറിന്റെ ഈ ഒരു ഗസൽ റൗണ്ട് കഴിഞ്ഞപ്പോൾ ടോട്ടൽ സ്കോർ 100 out of 100 ആണ്. ഒരു വലിയ സ്കോർ. പ്ലീസ് ഒരു വലിയ ഐഡിയ കൊടുക്കാം. പറയൂ. പിന്നെ ഈ പാട്ട് ഒരു ഗസലാക്കിയത് അഷ്റഫ്ക്കാണ്. അഷ്റഫ്ക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതെന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച നിസാർ മാഷിനും ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ ഏതായാലും മോളു താങ്ക് യു സോ മച്ച്. ഇനി ഇതുപോലെ വരിക, 100 എയിം ചെയ്യുക, 101 എയിം ചെയ്യുക, 100ൽ നിൽക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. ഒരു വലിയ ഐഡിയ കൊടുക്കാം നമുക്ക്. ഏതായാലും അടുത്തത് മൊഹബത്ത് റൗണ്ടാണ്. അപ്പോൾ മൊഹബത്ത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറേ പേരുടെ മനസ്സിലിങ്ങനെ കുറേ ലഡ് പൊട്ടുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനുണ്ട്. ഒരു സന്തോഷം, ഒരു സ്പെഷ്യൽ സന്തോഷമുണ്ട് അല്ലേ. ഏതായാലും നല്ലൊരു പ്രണയഗാനം നിങ്ങൾക്കായി പാടിത്തരാനായിട്ട് നമ്മുടെ അക്ഷയ് കുമാറും പുണ്യയും ഇതാ വേദിയിലേക്ക് എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ബോത്ത് ഓഫ് ദം. ഇതാരും നമ്മുടെ സൗണ്ട് ബോംബയല്ലേ? സംസാരിക്കണോ? എന്ത് സൗണ്ടൊക്കെ പോയോ? ഇന്ന് സൗണ്ട് ബോംബയായിട്ടല്ല, നമ്മുടെ അക്ഷയ് കുമാറായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ആൻഡ് പ്രണയം പേസ്റ്റ് മൊഹബത്തിലാ പുണ്യെടുത്ത് എൻ്റെ ചേച്ചിയാ. പുണ്യയുടെ കൂടെ പാടുന്നില്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതറിഞ്ഞൂടാ? അതറിയോ? ഞാൻ ചേച്ചിയല്ലേ. അങ്ങനെയെങ്കിലും ഒന്ന്. ഇവിടെയൊക്കെ പോകുമ്പോൾ ഫുൾ നമുക്കിട്ട പണിയാണ്. ഞാൻ ചോദിച്ചത് പുണ്യയുടെ കൂടെയാണോ പാടണേന്ന്. അതൊരു തെറ്റാ. മൊഹബത്ത് ആ ഒരു പ്രണയഗാനം പുണ്യയുടെ കൂടെയാണോ പാടണേ? ചേച്ചിയുടെ കൂടെയാണോ പാടണേ അല്ലേ? അനിയൻ്റെ കൂടെ ഏത് പാട്ടാ പാടണേ സഹോദരി? ലൈലി. ഓക്കെ, എന്നിട്ട് ആര് പാടിയിട്ടുള്ള പാട്ടാ? ഇത്
അഫ്സൽ സാറും പിന്നെ ശ്രീലത ചേച്ചി. ഓക്കെ, അപ്പൊ ഇതിൽ നല്ല പോലെ പാടും കേട്ടോ. സഹോദരനും സഹോദരി നല്ല പോലെ പാടും. ഓൾ ദി ബെസ്റ്റ്. ലൈലേ ലൈലേ സ്വർഗപ്പൂമയിലേ നീ എൻ്റെ കൽബിനൊളിവല്ലേ ചൊങ്കാരക്കുഴല് ബീവിയാളേ നീ എൻ റാസിക്കായ പൊലിവല്ലേ എന്നോടുള്ള ചപ്പിരിശത്താലേ മജനുവായി മാറിയോ കൈസേ നീ നിന്റെ ഹാലും കോലം കണ്ടെൻ്റെ ഇടനെഞ്ചാകെ
അക്ഷയുടെയും അതുപോലെ തന്നെ നമ്മുടെ പുണ്യക്കുട്ടിയുടെയും കൂടെയുള്ള നല്ലൊരു എന്താ പറയുക മൊഹബത്ത് റൗണ്ടിലുള്ള പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. എന്തായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും സഹോദരൻ എന്നിട്ടെന്താ ആ ലൈല ഈ സഹോദരി ഈ ബോഡി ടച്ച് പ്രതീക്ഷിച്ചില്ല, അറിയോ? ബഷീർക്ക് നമ്പറാണ്. ഞാൻ ചോദിക്കട്ടെ, ബഷീർക്ക് പറഞ്ഞ എന്തും ചെയ്യോ? ലക്ഷ്മി ഈ കുരുത്തക്കേട് മുഴുവൻ പഠിപ്പിക്കുന്നത് ബഷീർക്കാണല്ലേ? അത് കൊള്ളാലോ. അല്ല, ബഷീർക്ക് പറഞ്ഞ എന്തും ചെയ്യുന്ന പറയണേ. ബഷീറാണ് ഇത് പറഞ്ഞത് ലാസ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്ന്. ഇല്ലല്ലേ, പുണ്യ പറയണോ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. എന്നാലും പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, ഒരു ബഷീർ ടച്ച് ഉണ്ടോ നോക്കട്ടെ. അയ്യോ ശരി, ഏതായാലും ഈ സഹോദരി ഈ സൗണ്ട് തോമയുടെയും നമ്മുടെ പുണ്യക്കുട്ടിയുടെ കൂടെ പാട്ട് എങ്ങനെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയുള്ളൂ. പാട്ടിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. സൗണ്ട് തോമയുടെ അടുത്ത് ചോദിക്കണില്ല. പുണ്യ എവിടുന്നാ തുടങ്ങണ്ടേ? നമുക്ക് സജിലയിൽ നിന്ന് തുടങ്ങാം. സജില. അക്ഷയൻ, പുണ്യ രണ്ടാളും ഈക്വലി പെർഫോം വെൽ. രണ്ടാളും ഒരേപോലെ തന്നെ പെർഫോം ചെയ്തിട്ടോ. അത് പെർഫോമൻസിലാണെങ്കിലും പാട്ടിലാണെങ്കിലും നല്ലൊരു എനർജി ലെവൽ ഉണ്ടായിരുന്നു. നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നി ഈ ഒരു പ്രണയം റൗണ്ട്. എന്താ പറയുക, അക്ഷയുടെ പെർഫോമൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അക്ഷയ് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഒരു നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു അക്ഷയനെ മതി കേട്ടോ ഞങ്ങൾക്ക്. നല്ലൊരു എൻ്റർടൈനറായിട്ട് ഇതുപോലെ മതി, വലിയ സീരിയസ് ഒന്നും വേണ്ട. അത് സീരിയസ് എന്ന് പറയുന്നത് ഒരു ആക്ടിങ് ആണെന്നറിയാം. ഒറിജിനൽ അക്ഷയനെ മതി ഞങ്ങൾക്ക് കേട്ടോ. പിന്നെ പാട്ടിലെന്താ ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല മക്കളെ. എല്ലാം നന്നായിട്ട് തന്നെയാണ് പാടിയത്. ഒരു നെഗറ്റീവ്സ് ഒന്നും കാണാൻ പറ്റിയില്ല. ആ ഒരു ലെവലിൽ അങ്ങ് രണ്ടാളും പാടിപ്പോയി. അതാണ് രണ്ടാളും ഒരേപോലെ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞത്. നന്നായിരുന്നു, നല്ല പെർഫോമൻസ്. താങ്ക് യു സജില. ഫിറോസിക്ക. അക്ഷയ്, പുണ്യ, അക്ഷയ് എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? ജീവിതത്തിൽ ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത പുണ്യ ഞെട്ടിപ്പോയി. ഇങ്ങനെ തോണ്ടിയപ്പോൾ പുണ്യ പാട്ട് ശ്രുതിന്ന് പോയെന്ന് വിചാരിച്ചു ഞാൻ. അത്ര കിടുങ്ങിപ്പോയി പുണ്യ. കാരണം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അക്ഷയിൽ നിന്നത്. അക്ഷയ് പെർഫോമൻസിൻ്റെ നെറുകയിലേക്ക് അങ്ങോട്ട് പോയി. ഇനി പാട്ടിലേക്ക് വരാം. നന്നായി പാടി രണ്ടുപേരും മനോഹരമായിട്ട് പാടി കേട്ടോ. കുറച്ചുകൂടി രണ്ടുപേർക്കും വേണമെങ്കിൽ പറ്റുമായിരുന്നെങ്കിൽ കുറച്ച് ശ്രുതി നിങ്ങളുടെ ഒരു ഹൈ വന്നാൽ ഈ പാട്ടിൻ്റെ വേറൊരു തലം കൂടി കൊണ്ടുവരായിരുന്നു. ഈ ശ്രുതിക്കാണെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ വോയിസും നല്ല ഗെയിനോട് കൂടി പുറത്തു വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. എക്സ്ട്രീംലി ഗുഡായിരുന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അക്ഷയ്, പുണ്യ നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ടല്ലേ? ഖൽബാണ് ഫാത്തിമ. നമ്മുടെ പുണ്യയുടെ നാട്ടിൽ നിന്ന് തന്നെ വന്ന പാട്ട് അല്ലേ? കുഞ്ഞുമൂസൊക്കെ എഴുതി കുഞ്ഞുമൂസൊക്കെ സംഗീതം ചെയ്ത് തന്നെ ഒരുപാട് ഹിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹിറ്റായിട്ടുള്ളൊരു സോങ്. ആൽബം അത്രയ്ക്ക് ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ അതിലെ നല്ലൊരു പാട്ട് രണ്ടുപേരും കേട്ടോ. എനിക്ക് ആ ഒരു ഇത് നല്ല കുറച്ചും കൂടെ ഹൈ ആണല്ലോ ഈ പാട്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ആ പിച്ചിലങ്ങ് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ നന്നായിട്ട് തന്നെ നിങ്ങൾ പാടി രണ്ടുപേരും. ഫീമെയിൽ പാടുന്നിടത്ത് കുറച്ചൊരു ഫീലുണ്ട് ഈ സോങ്ങിൽ. അത് ശരിക്കും പുണ്യ അത് ഉൾക്കൊണ്ട് തന്നെ കേട്ടോ മോള് പാടിയത്. ആ മുഖത്തോട് മുഖം നോക്കിയും തെരുതെരെ ഉമ്മ ചൊരിഞ്ഞെന്ന് പറയണം, നീ ഇല്ലാതെ ഞാനില്ല എന്നൊക്കെ പറയുന്നത് അവിടെയൊക്കെ നല്ല ഫീലായിരുന്നു. എനിക്കൊന്നും കൂടെ അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പുണ്യ പാടിയ ആ സ്ഥലം. അപ്പം തന്നെ നമുക്കിട്ടിട്ട് വേറെ ആ ഒരു സംഗതി അടിപൊളിയായിട്ട് തന്നെ അക്ഷയൻ്റെ ഭാഗത്തുനിന്നും വന്നു. അതുകൊണ്ട് നല്ല നല്ല കളർ തന്നെയായിരുന്നു നിങ്ങൾ പാടിയത്. ഈ ഒരു കുറച്ചും കൂടി പിച്ച് നമ്മൾ അങ്ങനെ പാടി കേട്ടിട്ടേ അതുകൊണ്ട് ഒരു ഇത്രയും റേഞ്ച് നിങ്ങൾക്ക് അത്ര പ്രോബ്ലം ഒന്നും ഇതിൽ വരൂലായിരുന്നു. കുറച്ച് കയറ്റി പാടായിരുന്നു എന്ന് തോന്നി. എന്തായാലും നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സോ മച്ച് റഹ്മത്ത് ആൻഡ് ഓൾ ജഡ്ജസ്. അങ്ങനെ നമ്മുടെ അക്ഷയ് കുമാറിൻ്റെയും അതുപോലെ തന്നെ പുണ്യയുടെയും മാർക്സ് ചോദിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആദ്യം തോമച്ചേട്ടനെ ചോദിക്കട്ടെ. റഹ്മത്ത, ഔട്ട് ഓഫ് 40 പിതാവേയും കൂടി ഒന്ന് പാടിത്തരുമോ? അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. ഞാനൊരു ഫാനായി ആ ശബ്ദത്തിൽ ഇങ്ങനെ കേട്ടിട്ട്. ആ പാട്ട് അറിഞ്ഞൂടെ? വേറെ പാട്ട് അന്ന വേറെ പാട്. കണ്ടാൽ ഞാനൊരു സുന്ദരനാ, അത് പാടുന്ന. കണ്ടാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിന് കിന്നര ഹോമളില, അതിഹാമിനിമാരുടെ ഹേമുകന, പണ്ടേ ഞാനൊരു വീരന. കൊള്ളാം എന്തായാലും കേട്ടോ. എല്ലാ കയ്യിൽ എല്ലാ വികൃതരും ഉണ്ട്. അത് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. ആ താടിയിലിങ്ങനെ
പിടിക്കുന്നൊരു തൊണ്ടലൊക്കെ ഉണ്ടല്ലോ. എത്ര ചേച്ചിയായാലും നമ്മളങ്ങനെ നീളൂലല്ലോ ചേച്ചിമാരുടെ അടുത്തേക്ക് അല്ലേ. എൻ്റെ ചേച്ചിയാന്നൊക്കെ ഭയങ്കര മിടുക്കായിട്ടാണ് ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞല്ലോ. ലാസ്റ്റ് ഇങ്ങനെ നീണ്ടുപോയി. ബഷീർക്ക പറഞ്ഞ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പോട്ടെ, എന്തായാലും മാർക്ക് തരാട്ടോ. 39. Thank you, Rahnata. 39 out of 40 ആണ്. Then moving on to Firozika out of 40. അക്ഷയുടെ മാർക്ക് 39. 39 again out of 40. Then Sajla out of 20. അക്ഷയ്ക്ക് 19. 19 out of 20. അങ്ങനെ ടോട്ടൽ സ്കോർ 97 out of 100. ക്വാർട്ടർ ഫൈനൽ വരെ എത്തേണ്ടി വന്നു ഈ യഥാർത്ഥ അക്ഷയ് പുറത്ത് വരാനായിട്ട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഞെട്ടിയിരിക്കുകയായിരിക്കും ഈ കുറുമ്പനെ കണ്ടിട്ട്. ഇനി നമുക്ക് നമ്മുടെ പുണ്യക്കുട്ടിയുടെ മാർക്ക് ചോദിക്കാം. ആദ്യമായിട്ട് രഹനത്ത ഔട്ട് ഓഫ് 40. 39. 39 out of 40. ഫിറോസിക്ക പുണ്യക്ക് 39. 39 again out of 40. Then Sajla out of 20. പുണ്യക്കും 19. 19 out of 20. അപ്പോൾ 97 out of 100 ആണ്. അപ്പോൾ ബ്രദറും സിസ്റ്ററും ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തോളൂ. മാർക്ക്. ഓക്കെ, എന്താ ആർക്കോ വേണ്ടി കൊടുക്കണ പോലെ സ്നേഹത്തിൽ കൊടുക്കണോ ചേച്ചിയല്ലേ? ശരി എന്നാ, താങ്ക് യു, കൺഗ്രാറ്റ്സ്. ഏതായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഒരു ഗസൽ നമുക്കൊന്ന് ആസ്വദിച്ചാലോ? ആൻഡ് ഈ ഗസൽ പാടാൻ പോകുന്നത് നമ്മുടെ കുട്ടിപ്പട്ടറുപോലെ ഏറ്റവും കുട്ടിയായ നമ്മുടെ യുംന കുട്ടിയാണെങ്കിൽ ഇത്രയും കൂടെ മധുരം കൂടും അല്ലേ? സ്വാഗതം ചെയ്യാം യുംന. യുംന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇത്തവണ ഉമ്മയെ കണ്ടില്ലല്ലോ, ഉമ്മ അവിടെ പോയി? ഉമ്മ 2 ദിവസം കഴിഞ്ഞാൽ അഡ്മിറ്റ് ആക്കും. എന്താക്കും? അഡ്മിറ്റ് ആക്കും. ഓ, നമ്മൾ അന്ന് പറഞ്ഞ ഫാത്തിമ ട്രാവൽസ്, ഫാത്തിമ വാവയ്ക്ക് വേണ്ടിട്ടല്ലേ? ശരി, അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പൊ ഫാത്തിമ വാവയ്ക്ക് വേണ്ടിട്ട് നല്ലൊരു പാട്ട് പാടിക്കൊടുക്കാം, ഗസല് പാടിക്കൊടുക്കാം. വാവയ്ക്ക് മനസ്സിലാവോ? അറിയില്ല. ശരി, അപ്പൊ ഏതായാലും ഒരു പാട്ട് പാടാം. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോണേ? കിനാവില്ലെങ്കിൽ നാം നിലാവിന് സ്വന്തമല്ല, അഫ്സൽക്ക് പാടിയത്. ആ പാട്ട് തന്നെയാണ് നമ്മുടെ യുംന പാടാൻ പോണേ. അപ്പൊ മോളു ഓൾ ദി ബെസ്റ്റ്, നന്നായി പാടും കേട്ടോ. താങ്ക് യു. കിനാവില്ലെങ്കിൽ നാം നിലാവിന് സ്വന്തമല്ല, സഖിയില്ലെങ്കിൽ കണ്ണുനീരില്ല കാതലും, കിതാബില്ലെങ്കിൽ നാം കേൾക്കില്ല കിസ്സുകൾ, ഹദാബില്ലെങ്കിൽ ശാന്തി തേടും ശരാബിയ, കിനാവില്ലെങ്കിൽ നാം നിലാവിന് സ്വന്തമല്ല, സഖിയില്ലെങ്കിൽ കണ്ണുനീരില്ല കാതലും, കിതാബില്ലെങ്കിൽ നാം കേൾക്കില്ല കിസ്സുകൾ, അതാവില്ലെങ്കിൽ ശാന്തി തേടും ശരാബിയ, കിനാവില്ലെങ്കിൽ നാം നിലാവിന് സ്വന്തമല്ല. കാവ്യഭാവങ്ങളിൽ കാതലില്ലെങ്കിലോ
sa ga ri sa ni sa ma pa pa ga ma ma ri ga ga sa ga ri sa ni sa ma pa pa ga ma ma ri ga ga sa ga ri sa ni sa. ഏതായാലും യമുന ഇങ്ങനെ ഗസല് പാടിക്കഴിഞ്ഞു അല്ലേ? ശരിക്കും കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വാവ അതിൻ്റെ ആ ഒരു ഇന്നസെൻസോട് കൂടി എല്ലാ ഇന്നസെൻസും ഉൾക്കൊണ്ട് പാടുന്ന പോലെ തോന്നി അല്ലേ? കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ എന്തായാലും ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനും അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇതിൽ യമുനയ്ക്ക് എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോൾ? കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, പാടിയപ്പോൾ എന്തെങ്കിലും തെറ്റിയോ എന്നൊക്കെ ചോദിക്കാം. ഫിറോസിക്ക. യമുനക്കുട്ടി എന്താ ഇട്ടിന്? എന്താ ഇതെന്താ അരഞ്ഞാളെന്താ? എത്ര ക്യാരറ്റാ? എത്ര ക്യാരറ്റാണ്? ക്യാരറ്റാണോ അതോ ബീറ്റ്റൂട്ടാണോ? പറഞ്ഞോ? അതോ എത്ര? കുക്കുംബറാണെന്ന് തരാം. മാർക്ക് തരാം. മാർക്കല്ലേ വേണ്ടത്? തരാം. ഇത് പറഞ്ഞ് നിർത്താം ഞാൻ. മാർക്ക് തരാം കേട്ടോ. കുക്കുംബറല്ലേ? ഉറപ്പല്ലേ? മതി. ലക്ഷ്മി, ഞാൻ ലക്ഷ്മിയോട് പറയാം. മനസ്സിലായിട്ടില്ല. ഞാനിവിടെ ഒന്ന് പറഞ്ഞു കൊടുത്തതാ, ഇപ്പോഴും എന്താന്ന് മനസ്സിലായിട്ടില്ല. അതാണ് ഉറച്ചു നിൽക്കണേ. കുക്കുംബർ തന്നെയാണ്. എന്താ കുക്കുംബർ എന്നറിയോ? എന്താ? പാവം യമുന മോള് ഇപ്പോൾ നമ്മൾ കേട്ട ഗസലുകളിൽ പ്രയാസം കുറഞ്ഞ ഗസലാണ് പാടിയത്. എന്നാൽ മോളത് പാട്ടിന് വലിയ കോട്ടങ്ങൾ തട്ടിക്കാതെ പാടിയെന്നുള്ളതാണ് ഈ പാട്ടിൻ്റെ ഞാൻ കണ്ട ഒന്നാമത്തെ ഘടകം. മോള് ചില സ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് പാടിയില്ലേ അല്ലേ? ചില സ്ഥാനങ്ങളൊക്കെ പ്രത്യേക ഒരു ഇംപ്രവൈസ്ഡ് ഫോമിൽ കുറച്ച് അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഗസൽ റൗണ്ടിൽ അതാണ് പ്രത്യേകം പറയേണ്ടത്. ഗസൽ റൗണ്ടിൽ ശിവരഞ്ജിനിയിൽ ഒരു പാട്ട് ആരും കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു പ്രത്യേകത ഈ പാട്ടിന്. അതാണ് ഞാൻ ആദ്യം പറയാൻ തുടങ്ങാൻ വെച്ചത്. ശിവരഞ്ജിനി രാഗത്തിൽ ഇതുവരെ ആരും പാടിയിട്ടില്ല. മറ്റെല്ലാ രാഗങ്ങളും നമ്മളിതിലൂടെ കൊണ്ടുവന്നു. ശിവരഞ്ജിനിയിലാണ് ഈ പാട്ട് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ ഉണ്ടായിരുന്നു കേട്ടോ. മോള് വലിയ പ്രശ്നങ്ങളില്ലാതെ പാടി എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് ഫിറോസിക്ക. റഹനത്തിൻ്റെ അടുത്ത് ചോദിക്കൂ. യമുനയ്ക്ക് പാടിയിട്ട് എന്തൊക്കെ തോന്നി ഒന്ന് പറഞ്ഞേ. ചെറിയ സ്ക്രാച്ച് പിന്നെ കുറച്ച് ബ്രീത്ത് എത്താൻ പറ്റിയില്ല. പിന്നെ അത്രയൊക്കെ ഉണ്ടായുള്ളൂ അല്ലേ? എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. സ്ക്രാച്ചിൻ്റെ നമ്മൾ പറഞ്ഞു അത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ വന്നു അല്ലേ? പിന്നെ ആ ബ്രീത്തും തന്നെ. പക്ഷേ മോള് നല്ല ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഇത് എന്തായാലും അത് കേൾക്കുമ്പം ഈ പാട്ടിപ്പോൾ ആരുടെ അടുത്ത് പഠിച്ചാലും ആ ഫീല് കിട്ടും. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പാട്ടാണ് ഈ സോങ്. പിന്നെ അഫ്സല നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാട്ടോ ഇത്. മോള് നല്ലൊരു സെലക്ഷനാണ്. മോക്ക് ഒതുങ്ങുന്ന ഒരു പാട്ട് തന്നെയാണ്. കാരണം ഈ ഒരു ഏജിൽ പക്ഷെ ചില വാക്ക് ഏറ്റവും കുട്ടിയാണ് നമ്മുടെ യമുന. പക്ഷെ ചില സംസാരം കേട്ടാൽ ഏറ്റവും വലിയ കുട്ടിയാട്ടാ. ചിരിച്ച ഞാൻ വെറുതെ രനത്തെ തമാശയായിട്ട് പറഞ്ഞാട്ടോ. സീരിയസ് ആവാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു റഹനക്ക. സജില എടുത്ത് ചോദിച്ചോളൂ. മാർക്കോ? സജിലത്ത മാർക്ക് തരൂ. കമന്റ്സ് വേണ്ട. കമന്റ്സ് മാറിപ്പോയതാ. കുഴപ്പമില്ല. മോളുടെ ഡ്രസ്സും ചപ്പലും പാട്ടും ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ചപ്പലിന്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താണ്? ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ആരാ വാങ്ങി തന്നെ? ആരാ സെലക്ട് ചെയ്തന്നെ? വാങ്ങി തന്ന സജിലത്തല്ല. അതാ ഞാൻ മാറ്റിയതാ. സെലക്ട് ചെയ്തന്നെ. നല്ല സെലക്ഷൻ അല്ലേ അല്ലേ? നന്നായിട്ടില്ല ലക്ഷ്മി? ഇരിക്കുമ്പോ ആദ്യം ഹൈലൈറ്റ് ചെയ്തിരുന്നു. ശരിക്കും നമ്മളുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആണ് അല്ലേ യമുന? മോൾ ഏത് പാട്ട് പാടിയാലും ആ പാട്ടിന് കൊണ്ടുവരേണ്ട ഒരുവിധം കളറൊക്കെ മോൾ കൊണ്ടുവരാറുണ്ട്. ഈ പാട്ടിലും മോളുടെ ആ ഒരു ഏജിൽ ഒരു ഗസൽ എടുത്ത് പാടാന്ന് വെച്ചാൽ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. ആ ഒരു ഏജിൽ എങ്ങനെയാണോ പാടാൻ പറ്റുക അത്രയധികം മോള് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്താത്തമാരും ഇക്കാക്കമാരും ഒക്കെ ഗസലിലെ സ്വരങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാനും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ച് സ്വരങ്ങളൊക്കെ പാടി അടിച്ചു പൊളിച്ച് അവിടെ നിർത്തി. കറക്റ്റായിരുന്നു കേട്ടോ. പാടിയ ആ ഒരു സ്വരങ്ങളൊക്കെ സ്ഥാനങ്ങളൊക്കെ കറക്റ്റായിരുന്നു. നന്നായിരുന്നു. പിന്നെ മാർക്സ് നോക്കിയാ 40
38.5. 38.5 out of 40. ഫിറോസിക്ക. യുംനയ്ക്ക് 38.5. 38.5 again out of 40. Then out of 20. സജ്ല. 20-ൽ 18.5. 18.5 out of 20. അങ്ങനെ മോളുടെ ഈ ഒരു പാട്ട് കഴിഞ്ഞപ്പോൾ എത്ര മാർക്സ് ആണെന്ന് പറയട്ടെ? 95.5 out of 100. നല്ല മാർക്കാണ്. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. കൺഗ്രാറ്റ്സ്. കുട്ടിപ്പട്ടുമാലിൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ ഒരുപാട് റൗണ്ടുകളിലൂടെ നമ്മൾ കടന്നുപോയല്ലേ. ഇപ്പോൾ ഉമ്മ റൗണ്ട് ആവട്ടെ, ഉപ്പ റൗണ്ട് ആവട്ടെ, മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കുട്ടി സാഹിത്യങ്ങളാവട്ടെ, ശരിക്കും നമ്മുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ വളരെയധികം അഭിമാനമുണ്ട്. കാരണം പരീക്ഷണാത്മകമായിട്ട് ഓരോ റൗണ്ടുകൾ നമ്മൾ കുട്ടിപ്പട്ടുമാലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അതിൽ ഏറ്റവും വലിയൊരു ധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ കുട്ടികളിൽ തന്നെയാണ്. കാരണം അവരുടെ ലെവൽ ബെസ്റ്റാണ് അവർ ഡേ ബൈ ഡേ നമ്മുടെ കുട്ടിപ്പട്ടുമാലിൻ്റെ ഈ വേദിയിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗസൽ റൗണ്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മിടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുകയാണ് ഒരു സ്നേഹപൂർവ്വം ശുഭരാത്രി.